അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അബ്ദുൾ റഷീദ്, വീട് പട്ടാമ്പിക്കടുത്താണ്. എൻ്റെ ഒരു സുഹൃത്തിന് വേണ്ടിയാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. പട്ടാമ്പിയിൽ നിന്ന് അദ്ദേഹം എഴുതി തന്നായിരുന്നു. അവിടെ സമയക്കുറവ് മൂലം ചോദിക്കാൻ കഴിഞ്ഞില്ല. 100 വയസ്സ് വരെ അല്ലെങ്കിൽ 110 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ പരലോകത്തെത്തുമ്പോൾ വളരെ കുറഞ്ഞ സമയം ജീവിച്ചിട്ടുള്ളൂ എന്ന് തോന്നുമെന്ന് ഖുർആനിൽ പറയുന്നു. അപ്പോൾ ഈ കുറഞ്ഞ കാലത്ത് ചെയ്യുന്ന ഈ കുറ്റങ്ങൾക്കും തെറ്റുകൾക്കും 50,000 വർഷം അല്ലെങ്കിൽ കാലാകാലമൊക്കെ നരകശിക്ഷ അനുഭവിപ്പിക്കുക എന്നുള്ളത് നീതിയാണോ എന്നുള്ളതാണ് ചോദ്യം. കുറച്ചു കാലം ചെയ്ത തെറ്റിന് ഒരുപാട് കാലം നരകശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് നീതിയാണോ എന്നാണ് ചോദ്യം. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മനുഷ്യ കർമ്മങ്ങളുടെ സവിശേഷത ആ കർമ്മങ്ങൾക്ക് അപ്പുറത്ത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന ദുരിതങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നുള്ളതാണ്. അത് മനുഷ്യന്റെ കർമ്മങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഗുണം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇപ്പൊ ഹിരോഷിമയിൽ ഒരു ബോംബ് ഇട്ടു, ഒരു ദിവസം ഒരു സെക്കൻഡിൽ സംഭവിച്ചതാണ്. ആ സെക്കൻഡിൽ തന്നെ 10,000-കണക്കിന് ആളുകൾ ചുട്ട് ചാമ്പലായി. തലമുറകൾ ഒരുപാട് കഴിഞ്ഞു. ഇന്ന് 3ാം തലമുറയിലുള്ള ആളുകൾ അന്നത്തെ ആ ബോംബ് സ്ഫോടനത്തിന്റെ ദുരിതങ്ങൾ ഇന്ന് അനുഭവിക്കുന്നു. ആ ചെയ്ത തെറ്റിനെ ശിക്ഷിക്കണമെങ്കിൽ എത്ര കാലം ശിക്ഷിക്കണം നമുക്കറിയൂല. അങ്ങനെയാണ് മനുഷ്യ തിന്മകളുടെ അവസ്ഥ. എത്ര കാലം നീണ്ടു നിൽക്കുന്ന ശിക്ഷകൾ നൽകണമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇപ്പം അടുത്ത് ചോദ്യങ്ങൾക്ക് ആൻസർ ചെയ്യുമ്പോൾ ആൻസർ കേൾക്കണ്ടേ, അല്ലാതെ ഞാൻ ആൻസർ ചെയ്തിട്ടെന്താ കാര്യം. അവിടെ ഈ അടുത്ത് ആ ബ്രിട്ടനിലെ ഒരു കോടതി വിധിച്ചു, ഒരാൾക്ക് 2000 ചില്ലാനം വർഷം ജീവപര്യന്തം തടവ്, കഠിന തടവ്. 2000 ചില്ലാൻ കൊല്ലം ഒരാൾ ജീവിക്കൂല. പക്ഷെ അയാൾ ചെയ്ത കുറ്റങ്ങളെല്ലാം കൂടി നോക്കിയപ്പോൾ ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് കൊലക്കുറ്റല്ല, ക്യാപിറ്റൽ പണിഷ്മെന്റ് അവിടെ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾ ചെയ്ത എല്ലാ തെറ്റുകളും നോക്കുമ്പോൾ 2000 ചില്ലാൻ കൊല്ലം അയാളെ ശിക്ഷിക്കണം. പക്ഷെ ഭൂമിയിലെ കോടതിക്ക് പറ്റില്ല. അവിടെയാണ് പടച്ചവന്റെ കോടതി. മനുഷ്യൻ ചെയ്ത തെറ്റുകൾ, ആ തെറ്റിന്റെ ഭീകരത കൃത്യമായി അളന്ന് കുറിച്ച് മനസ്സിലാക്കിയിട്ട് അതിനുള്ള ശിക്ഷ. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് തലപുണ്ണാക്കിയിട്ട് അവിടുത്തെ നീതിയും അനീതിയും അളക്കേണ്ടതില്ല. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളോട് പറഞ്ഞു, വലാ യുളമൂന നഖീറ. അവിടെ ഒരാളോടും ഒരു തരിമ്പ് പോലും അനീതി ചെയ്യൂല. അവിടെയാണ് വിചാരണ എന്തിനാ? മനുഷ്യൻ തിന്മ ചെയ്തയാളെ അള്ളാഹ്ക്കറിയാം, അയാളെ നരകത്തേക്ക് പറഞ്ഞയച്ചാൽ മതി. നന്മ ചെയ്തയാൾ അള്ളാഹുവിനറിയാം, അവരെ സ്വർഗത്തേക്ക് പറഞ്ഞയച്ചാൽ മതി. വിചാരണ എന്തിനാണെന്ന് വെച്ചാൽ, വിചാരണ വഴി മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ്, നീ ചെയ്ത തിന്മക്ക് നീ അനുഭവിക്കാൻ പോകുന്ന ശിക്ഷ നീതിയാണ് എന്നുള്ള ബോധ്യപ്പെടുത്തലാണ്. നിന്നൊക്കെ ഒരു അനീതിയും പടച്ചോൻ ചെയ്യണില്ല. ആ എത്രത്തോളം ഭീകരമാണ് നമ്മൾ ചെയ്ത തിന്മകളുടെ വലിപ്പമെന്ന് അവിടെ വെച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുക എന്ന ഒരു പ്രോസസ് നടക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള നമ്മുടെ തലച്ചോറും നമ്മുടെ ബുദ്ധിയും വെച്ച് നമ്മുടെ അറിവനുസരിച്ച് ഇന്നത്തെ തിന്മകളുടെ വലുപ്പ ചെറുപ്പങ്ങളെ കുറിച്ചുള്ള നമ്മുടെ അറിവനുസരിച്ച് നമ്മൾക്ക് ഒരിക്കലും ഒരു തിന്മയെ അളക്കാനോ അതിൻ്റെ ശിക്ഷയെ അളക്കാനോ പറ്റൂല. എൻ്റെ മുന്നിൽ വന്ന ഒരു അനുഭവം പറയട്ടെ. ഒരു മനുഷ്യൻ ഒരു കുടുംബമുള്ള ഒരാൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയക്കുന്നു. ആ വാട്സപ്പ് മെസ്സേജിലൂടെ വളർന്ന് ആ ബന്ധം, കുടുംബമുള്ള മക്കളുള്ള ഒരു സ്ത്രീയുമായുള്ള ബന്ധം വർദ്ധിക്കുന്നു. ആ ബന്ധം അപകടകരമായ അവസ്ഥയിലേക്ക് എത്തുന്നതിന് മുൻപ് അത് മുറിയുന്നു. പക്ഷേ ആ മുറിച്ചിൽ എന്താ ചെയ്തിട്ടുള്ളൂ? ഏതാനും വാട്സപ്പ് മെസ്സേജുകൾ മാത്രമേ ഉള്ളൂ. ഏത് ഭൗതിക കോടതിക്ക് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആ കുടുംബം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മാനസികമായ വ്യഥ, അതുകൊണ്ടുണ്ടായ പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടായ കുടുംബ തകർച്ച, അതുകൊണ്ടുണ്ടായ മനോരോഗങ്ങൾ, ഇതെല്ലാം അളന്നു നോക്കുകയാണെങ്കിൽ അതിഭീകരം. ഞാൻ പറയുന്നത് എൻ്റെ മുന്നിലെത്തിയൊരു കേസാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അവിടെ അയാൾ ചെയ്ത തെറ്റെന്താണ്? ഒരു വാട്സപ്പ് മെസ്സേജ് മാത്രം.
ആ തെറ്റുകൊണ്ടുണ്ടായ ഫലം എന്താണ്, അതുകൊണ്ടുള്ള ദുരിതം എന്താണ്, ഇതെല്ലാം അളക്കാൻ പടച്ചോൻക്ക് കഴിയാണ്. അയാൾ ഈ വാട്സപ്പ് മെസ്സേജ് എന്ന ചെറിയ തെറ്റ്, അതിൻ്റെ ശിക്ഷ ഇത്ര വലുതാണോ എന്ന് ഇപ്പോൾ നമുക്ക് തോന്നാം. പക്ഷേ ആ തെറ്റ് കൊണ്ടുണ്ടായ ഫലങ്ങളെ മുഴുവനും പടച്ച തമ്പുരാൻ അയാളുടെ മുന്നിൽ അവതരിപ്പിച്ച് അതിനുള്ള ശിക്ഷയാണ് നിനക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ അയാൾക്ക് അംഗീകരിക്കേണ്ടി വരും എന്നതാണ് വിചാരണയുടെ സവിശേഷത. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള നമ്മുടെ ബുദ്ധി അനുസരിച്ച് അവിടുത്തെ ശിക്ഷയുടെയോ രക്ഷയുടെയോ നീതിയും അനീതിയും അളക്കാൻ നമ്മൾക്ക് പര്യാപ്തമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ തിന്മകളിൽ നകന്നു നിൽക്കുക. ആ തിന്മ സൃഷ്ടിക്കുന്ന അപകടം അത്ര വലുതാണ് എന്ന് മനസ്സിലാക്കുക. അതുമാത്രമാണ് ശിക്ഷയുടെ ഭീകരതയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്ന പരിശുദ്ധ ഖുർആനിലെ ഹദീസുകളിലെ വചനങ്ങളിൽ നിന്ന് നമ്മൾക്കറിയാനുള്ള മനസ്സിലാക്കാനുള്ള കാര്യം എന്ന് ഉൾക്കൊള്ളുക.